ഇവിടെ കയറി വന്ന വഴിക്ക് തന്നെ വന്നു. എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പ് ഉണ്ടാവും, അവിടെ വന്നാ മതി. ഇനിയിപ്പോ ഞാൻ പാലത്തിന്റെ അടുത്തെത്തി. ഫ്രൂട്ട്സ് ജ്യൂസ് പോയിന്റ് കഴിക്കുന്നുണ്ട്, ജ്യൂസ് കുടിക്കാതെ അവിടെ അതുകൂട്ടി ആ ഫ്രൂട്ട് ജ്യൂസിന്റെ അടുത്തേക്ക് പോവാം. ഈ ശ്രീവില്ലിപുത്തൂര് കഴിഞ്ഞ പ്രാവശ്യം വന്ന് കണ്ടപ്പോ കുറെ കാഴ്ചകൾ ഉണ്ടാവുന്നു, ഒരു 3-4 വീഡിയോ കിട്ടുന്നൊക്കെ വിചാരിച്ച് ആണ് ഇവിടെ വന്നിറങ്ങിയത്. നോക്കിയപ്പോ ആട് കിടന്നിടത്ത് മൂടമില്ല എന്നുള്ള അവസ്ഥയിലായി. അപ്പൊ നമ്മള് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ കൂടെ വീണ്ടും ആ ചന്തക്കടയിൽ വന്ന് കയറി വീണ്ടും പോയ വഴി കൂടെ തിരിച്ച് കറങ്ങി വന്ന് ഇറങ്ങി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കടന്നു പോണ വഴിക്ക് ഒരു വഴിയുണ്ട്, അപ്പൊ അതിലെ എങ്ങോട്ടാ പോണെന്ന് അവിടെ 2 വഴികളുണ്ട്. എന്നിട്ട് ഈ ഒരു വണ്ടി എന്നെ പ്രലോഭിക്കാൻ സാധ്യതയുണ്ട്. കുമളി കേട്ടോ, കുമളിക്ക് പോണ വണ്ടിയാണിത്. ഇത് കയറിയാൽ നേരെ വീട് പിടിക്കാം. സമയം ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും മിക്കവാറും ബൈപ്പാസ് റൈഡർ ആയിരിക്കും അത്. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ. എളുപ്പമായിരുന്നു, അതാണെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. ഇതിപ്പോ പോയ ഒരു 3.5 മണിക്കൂർ കൊണ്ട്, അതായത് ഒരു 6 മണിയുടെ അടുത്ത് കുമളിയിലെത്തും. അവിടുന്ന് പിന്നെ 4 മണിക്കൂർ മതി വീട്ടിലേക്ക്. ഞാൻ ഇതിങ്ങോട്ട് കഴിഞ്ഞ് വന്ന സമയത്താണ് ഞാൻ ഉറപ്പായിട്ടും പോയത്. ഞാൻ ഒറ്റയ്ക്ക് തെങ്കാശി വഴി കറങ്ങാൻ നിൽക്കണ്ടായിരുന്നു. കുറെ വീഡിയോയും കിട്ടിയത്, അതേപോലെ ഈ കുറെ കാഴ്ചകളിലൂടെ പോകാമായിരുന്നു. തേനി, കുമളി, നേരെ ഉസലാംപട്ടി വഴി നേരെ തേനി എന്നും, തേനിയിൽ നേരെ കുമളി കയറും. 2.5 മണിക്കൂർ ഉസലാംപട്ടി, ഉസലാംപട്ടി എന്നൊരു 1.5 മണിക്കൂർ കുമളി. തിരുവണ്ണാമല 3 കിലോമീറ്റർ. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ തിരുവണ്ണാമല എന്ന് പറഞ്ഞൊരു അമ്പലം, ഇവിടെ വലിയൊരു അമ്പലമുണ്ട്. ആ കാഴ്ചകളിലേക്ക് പോകണമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിരിക്കുക. 3 കിലോമീറ്റർ നടന്ന മതിയാവും ഒരു പക്ഷെ. അത് നോക്കട്ടെ, കുറച്ചുകൂടി നടന്നു നോക്കാം. ആ കൊളാവുകയാണ് പരിപാടികൾ. ബസ് കയറി പോയാലോ ഒന്നുമല്ല ഒരു ചിന്ത എനിക്കിപ്പോ ഇല്ലാതില്ല. അത് വലിയ മലയുടെ ഇതൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് പോയാലും കൂടുതൽ കാഴ്ചകളൊന്നുമില്ല. അതിന്റെ തിരിച്ച് സ്റ്റാൻഡിലേക്ക് പോകാന്നുള്ള തീരുമാനത്തിലെത്തി. പക്ഷെ കുമളി വണ്ടി ശരിക്കും ഒരു പ്രലോഭനമായിരുന്നു. അതായത് 2.5 കിലോമീറ്റർ നടന്നു പോക്കാന്നുള്ള കണക്കൂട്ടല്ല വേണ്ട എന്നാക്കി. ഇഷ്ടംപോലെ വണ്ടിയൊന്നും. ഞാൻ തിരുവണ്ണാമലയിൽ പോകുന്ന പരിപാടി വേണ്ടാന്ന് വെച്ചു. നേരെ തിരിച്ച് പോകാമെന്നുള്ള കണക്കൂട്ടലാണ്. അതിന് ബസ് ഈ വഴിക്കാ വന്നെ. സ്ലോ ആവുകയാണെങ്കിൽ ചാടിക്കയറാം. അതെങ്ങോട്ടാ? കോവിൽപ്പട്ടി. ഇങ്ങോട്ട് ഈ വഴിക്ക് നടന്നു നോക്കിയാലും കാര്യമായിട്ട് കാഴ്ചകളൊന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. ഏതാണ്ട് നമ്മൾ കണ്ട് മടുത്ത അതേ കാഴ്ചകൾ തന്നെയായിരിക്കും. ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചാ, അതായത് ശ്രീവില്ലിപുത്തൂരിലെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കലിയപ്പുറമു പൊരുന്തു നിലയം ശ്രീവില്ലിപുത്തൂർ നഗരാட்சி മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ് തമിഴ് ഭാഷയില്. അപ്പൊ കൃത്യത്തിൽ നമ്മൾ ഇതുവരെ ഇഷ്ടം പോലെ ബസ് രാജപാളയത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരെണ്ണം പോലും ഇവിടെ കാണുന്നില്ല. അതാരാ
ശ്രീവല്ലിപുത്തൂർ ഓർണം കിടപ്പുണ്ട്. അത് മധുരയ്ക്കുള്ള ബസ്സാണ്. തെങ്കാശി, രാജപാളയം. അത് പ്രൈവറ്റ് ബസ്സിൽ പോയി നോക്കാം. തെങ്കാശിക്ക് നേരെ ഈ പ്രൈവറ്റ് ബസ്സിൽ രാജപാളയം പോയിട്ട് ഇവിടുന്ന് നമ്മുടെ രാജപാളയം നമ്മുടെ അത് 5:30 മണിയാവും തെങ്കാശിയിലെത്തുമ്പോ. പാപനാശം അത് വേണ്ട. രാജപാളയം കേട്ടോ, രാജപാളയം. അരിസ് പൊരിന്ത് മരുത്ത് കഴകം മധുരൈ. 15-18 ടിക്കറ്റ്. അതേപോലെ ബസ്സിട്ട് ഭാഗ്യം കയറാം. പോണ ഒരിക്കലൊരു വാഴത്തോട്ടത്തിന്റെ കാഴ്ച ഉണ്ട്. കൃത്യമായിട്ട് വരി വെച്ചാണ് വാഴ നട്ടത്. ഇതെല്ലാം ഏകദേശം ഒരേ സമയത്ത് കുലച്ച് എല്ലാം മിക്കവാറും എല്ലാ വഴികളും ഒരേപോലെ വളർന്ന് ഒരേപോലെ കായുണ്ടായി മൂത്ത് കിട്ടുകയും ചെയ്യുന്നുള്ള. നമ്മള് രാജപാളയത്തിലേക്ക് തിരിച്ചു പോവാണ് ശ്രീവല്ലിപുത്തൂരിന്ന്. ശ്രീവല്ലിപുത്തൂര് നമ്മള് വിചാരിച്ച അത്രയും കാഴ്ചകളില് ഇല്ല എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഒരു പക്ഷെ എനിക്ക് പോകാനുള്ള ധൃതിയോടല്ല, കുറെ റെസിഡൻഷ്യലില് ഫ്ലാറ്റുകളും അതേപോലെ തന്നെ വില്ലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കാഴ്ചകളും ഏറ്റവും പുതിയ മുഖങ്ങളിലേക്ക്, പുതിയ കാലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് തമിഴ്നാട്ടിൽ കണ്ടില്ലേ. ആ വീടുകളുടെയൊക്കെ കാഴ്ചകൾ കണ്ടില്ലേ. നമ്മളെ കേരളത്തിലെ പോലെ സ്വല്പം ലാവിഷായിട്ടുള്ള വീടുകളൊക്കെ പണിയാൻ ഇവരൊക്കെ സൃഷ്ടിച്ചു തുടങ്ങി. നേരത്തെ ഒരു 10-20 കൊല്ലമല്ല, ഒരു 10-16 കൊല്ലം മുമ്പ് വരെ ഇവര് സാധാരണ ചെറിയ വീടൊക്കെ വെക്കാം. എന്നാലും കുറെ തരിശു നിലങ്ങളുടെ കാഴ്ചകളാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു റിയൽ എസ്റ്റേറ്റിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുക, അതങ്ങനെ ഉപയോഗപ്പെടുത്താൻ എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതില് കുറെ തണ്ണീർത്തടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ തമിഴ്നാട് വെള്ളം കുറവുള്ള ഒരു സ്റ്റേറ്റാണ്. സാറ്റൂർ 48 കിലോമീറ്റർ. ചട്ടപ്പട്ടി ഏതാണ്ട് നമ്മൾ എത്തിയതോ രാജപാളയത്തിലേക്ക്. അപ്പൊ ശരി, എന്നാ അത്രയൊക്കെ ഉള്ളൂ. കാണാൻ വീണ്ടും. ആ മലകളുണ്ട്, കുറെ വാഴ ഇടയ്ക്ക് മുഴുവൻ ഈ പോകുന്ന രാജപാളയത്തേക്ക് പോകുന്ന വഴി വിദേശികളൊക്കെ അധികവും പഴയ തമിഴ്നാടിന്റെ ഉള്ള കാഴ്ചകൾ അധികം ഒത്തിരി ഉണ്ട്. അതിലെ ഇടയ്ക്കൊക്കെ ഈ റിയൽ എസ്റ്റേറ്റ് ശരിക്കും നടക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായ ഒരു സംഭവമാണ് ഈ ഇഷ്ടിക കളങ്ങള്. റോഡ് സൈഡിൽ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ എവിടുന്നോ മണ്ണ് കൊണ്ടുവന്ന് ഇറക്കി അവിടെ ഇഷ്ടിക പിടിച്ചിട്ടേക്കാന്ന് എനിക്ക് തോന്നുന്നു. കുറെ ആ ചതുപ്പ് അല്ലെങ്കിൽ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങള്, തരിശായിട്ട് കിടക്കുന്നതാണ്. ഇവിടെയൊന്നും ഒരു പക്ഷെ എന്തെങ്കിലും കൃഷി ചെയ്യാനുള്ള സാധ്യതകളൊന്നും ഉണ്ടാവില്ലായിരിക്കും. എവിടെയൊക്കെ ഇഷ്ടകളങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും വ്യവസായം പൈസ കിട്ടാനുള്ള അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ശരിക്കും തമിഴിനെ കണ്ടുപിടിക്കണം. ഒരു സ്ഥലം പോലും വെറുതെ അവിടെ റോഡിന്റെ പണി നടക്കണം. രണ്ടാമത്തെ ആ പാലത്തിന്റെ കൂടെ പണി നടക്കണു. ഇതുപോലെ വാഴ കൃഷി, തെങ്ങും തോട്ടം, ഇതെല്ലാം കൂടെ ഒരുമിച്ചുള്ള കാഴ്ചകൾ. തരിശ് ഭൂമിയുടെ കാഴ്ചകളാണ് അധികവും. പക്ഷെ അവിടെയെല്ലാം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനായിട്ട് ഇവർ മുൻകൈ എടുക്കുകയും ഓരോ കെട്ടിടങ്ങളൊക്കെ പുതുതായിട്ട് വരികയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ പറഞ്ഞ പോലെ തണ്ണീർത്തടങ്ങളുടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അങ്ങനെ ഏകദേശം രാജപാളയത്തിൽ എത്തിക്കുന്ന ബസ് സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിയിട്ട് ഞാൻ മെയിൻ റോഡിൽ കൂടെ ഒന്ന് ഇറങ്ങാൻ പോവാം. രാജപാളയം ടൗണിൽ കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞ് പതുക്കെ അങ്ങോട്ട്
നമുക്ക് തെങ്കാശിക്ക് നീങ്ങാം. കുത്തനെയുള്ളൊരു മലയാണ്. എന്തോരം ചെടികളാണ്, എത്ര തരത്തിലുള്ള ഓപ്ഷനുകളാണ് നിൽക്കുന്നത്. രാജപാളയം കോട്ടൺ പ്രസ്സിംഗ് ഫാക്ടറി കണ്ടില്ലേ? ഇതുപോലെ എന്തോരം വ്യവസായ സ്ഥാപനങ്ങളാണ് നാട്ടിലെ. ഇതൊരു സ്കൂളോ മറ്റാണ്. ഇതും അതെ, ജാനകിറാം മിൽസ്. സ്കൂളല്ല, മിൽസ്. മിക്കവാറും കോട്ടൺ ഫാക്ടറിയുടെ അടുത്ത് തന്നെ. തുണിമില്ലായിരിക്കാനാണ് സാധ്യത. ആ ഒരു കുന്നിന്റെ അടുത്തുള്ള കാഴ്ചകളാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇതൊന്നും ഇത്രയും പച്ചപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്ലേ സ്കൂളോ മറ്റാണ്. ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാന്ന് തോന്നുന്നു. TPS സ്പിന്നിങ് മിൽ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ചെറിയ വലിയ നെയ്ത്തിന്റെ തുണിത്തരങ്ങളുടെ ഒക്കെ ഒരു ഏരിയ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അതിന്റെ സൈഡിൽ കൂടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ റെയിൽവേ ലൈനൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നു. തോന്നുന്നു ഒരു 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ തമിഴ്നാടിന് വട്ടവും നീളവും കുറുകയും ഒക്കെ എതിലെ പോയാലും റെയിൽവേ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇന്നാണ് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നാള് കഴിഞ്ഞ ദിവസം ഞാൻ ബോഡി നായ്ക്കന്നൂർ വഴി ഇറങ്ങി വന്നത്. ആ ബോഡി നായ്ക്കന്നൂര് ടൗണിലേക്ക് റെയിൽവേ ഉണ്ട്. അവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. അവിടെ ചെറിയ ബ്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട്. അവിടെ പാലം പണി, മറ്റേ ഫ്ലൈ ഓവറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക, ഓവർ ബ്രിഡ്ജിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജപാളയം ടൗണിന്റെ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി എത്തിയിരിക്കുകയാണ്. ഹോട്ടൽ ഷഹാന, വെജ് ആൻഡ് നോൺ വെജ്. അതെനിക്ക് വേണ്ട. ആദ്യത്തെ ഷോപ്പിൽ തന്നെ ഇറങ്ങാം, ബാക്കി വീട്ടിൽ കൊടുക്കാം.